ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. റേഡിയോയും നിർമ്മിത ബുദ്ധിയും എന്ന പ്രമേയവുമായി നാളെ ലോക റേഡിയോ ദിനം. റേഡിയോ എന്നത് വെറുമൊരു വാക്കല്ല. ഒരു കാലത്ത് തലമുറകളെ ഒന്നിപ്പിച്ച പ്രിയപ്പെട്ട ശക്തമായ മാധ്യമമായിരുന്നു. വാർത്തകൾ, നാടകങ്ങൾ, ചലച്ചിത്രഗാനങ്ങൾ എന്നിവ കേൾക്കാൻ സ്വീകരണമുറിയിൽ കുടുംബത്തിലെ എല്ലാവരും, ചിലപ്പോൾ സുഹൃത്തുക്കളും ഒത്തുകൂടിയിരുന്നു. ആ കൂട്ടായ്മ ആ പഴയ കാലത്തിന്റെ സവിശേഷതയായിരുന്നു. ഗൃഹാതുരത്വമുണർത്തുന്ന അനുഭവങ്ങളാണ് റേഡിയോയ്ക്ക് നൽകാനുള്ളത്. വാൾട്ടർ കോഫ്മാൻ എന്ന ബൊഹീമിയൻ സംഗീതജ്ഞൻ സംവിധാനം ചെയ്ത ആകാശവാണിയുടെ സിഗ്നേച്ചർ ട്യൂൺ ഒഴുകിയെത്തുന്നതിലൂടെ തുടങ്ങുകയായി ഒരു ദിനം. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉമ്മറത്തുനിന്നും അടുക്കളയിലേക്കും അയൽപക്കത്തേക്കുമൊക്കെ അലയടിച്ചിരുന്നു ആകാശവാണിയിലെ പരിപാടികൾ. 1946 ഐക്യരാഷ്ട്രസഭ റേഡിയോ സ്ഥാപിതമായ ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിച്ചു വരുന്നു. റേഡിയോയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിലും മാധ്യമങ്ങളിലും അവബോധം വളർത്തുക, അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലോക റേഡിയോ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. റേഡിയോയും AI-യും എന്നതാണ് ഇത്തവണത്തെ ലോക റേഡിയോ ദിന പ്രമേയം. റേഡിയോ പ്രക്ഷേപണ രംഗത്ത് നിർമ്മിത ബുദ്ധി അഥവാ AI-യുടെ ഉപയോഗം എടുത്തു കാണിക്കുന്നതോടൊപ്പം AI ഒരു ഉപകരണമാണ്, ശബ്ദമല്ല എന്ന സന്ദേശമാണ് പ്രമേയത്തിലൂടെ വ്യക്തമാക്കുന്നത്. സാങ്കേതിക വിദ്യ പുരോഗമിക്കുമ്പോഴും ആധുനിക സാഹചര്യങ്ങളിൽ റേഡിയോയുടെ പ്രസക്തിയും പ്രചാരവും സംബന്ധിച്ച വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോഴും ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ശക്തമായ മാധ്യമമായി റേഡിയോ തുടരുന്നു. റേഡിയോ സാങ്കേതിക വിദ്യ വികസിച്ച് FM-ലും ഡിജിറ്റൽ റേഡിയോയിലും എത്തി നിൽക്കുന്നു. വാണിജ്യ, അമച്വർ, മറൈൻ, എയർക്രാഫ്റ്റ് റേഡിയോ എന്നിങ്ങനെ വിവിധ ഉപയോഗങ്ങൾക്കായുള്ള റേഡിയോ വിനോദം, അടിയന്തര ആശയവിനിമയം, നാവിഗേഷൻ തുടങ്ങിയ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സാങ്കേതിക വിപ്ലവം AI-യിലാണെന്ന തിരിച്ചറിവിന്റെ ഫലമാണ് കേരളത്തിലെ ആദ്യ AI നിർമ്മിത റേഡിയോ ജോക്കി ഗ്രിഗറി. കോട്ടയം മാന്നാനത്തെ സർഗക്ഷേത്ര കമ്മ്യൂണിറ്റി FM റേഡിയോ ആണ് ഗ്രിഗറിയെ അവതരിപ്പിച്ചത്. നവീകരണത്തിന് മാത്രമല്ല, ശ്രോതാക്കളുമായുള്ള അടുപ്പത്തിന് ആഴം കൂട്ടാനും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സാധിക്കും. ജനറേറ്റീവ് AI വിദഗ്ധൻ ശ്രീ കൃഷ്ണകുമാർ വാർത്താ തരംഗിണിയോട്. റേഡിയോയുടെ ഒരു പരിണാമം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റേഡിയോ ആണ് TV-ക്ക് മുമ്പും വന്ന ഒരു മീഡിയം. കുറേ കാലത്തോളം ഏറ്റവും അധികം ആളുകൾ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ ആയിരുന്നു. അതിനുശേഷം TV വന്നു. അതിനുശേഷമാണ് നമ്മൾ സ്മാർട്ട് ഫോൺ കണ്ടത്. ഈ സ്മാർട്ട് ഫോൺ റെവല്യൂഷൻ നടക്കുന്ന സമയത്തും അതുപോലെ ആളുകൾ കൂടുതലായിട്ട് പബ്ലിക് വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഹെഡ്ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റേഡിയോ കേൾക്കുന്ന ഒരു രീതിയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ റേഡിയോയുടെ കൂടുതൽ ആളുകൾ കേൾക്കാൻ തുടങ്ങിയതും ഒക്കെ തന്നെ TV-ക്ക് ശേഷമുള്ള ഒരു പരിണാമത്തിൻ്റെ ഫേസിലാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ജനറേറ്റീവ് AI ടൂൾസ്, ഗൂഗിൾ ജെമിനായി, മലയാളത്തിലൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഗൂഗിൾ ജെമിനായി, ChatGPT എന്നീ ടൂളുകളൊക്കെ തന്നെ വോയിസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് സാധ്യമാക്കുന്നു. അപ്പം റേഡിയോ ഇനി എങ്ങനെ കോൺവെർസേഷണൽ ആക്കാം, കൂടുതൽ എക്സ്പീരിയൻഷ്യൽ ആക്കാം, സർപ്രൈസിങ് ആക്കാം, റേഡിയോ ആങ്കേഴ്സിൻ്റെ അല്ലെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുടെ കഴിവും അവരുടെ ബ്രാൻഡും അവരുടെ ഒരു സ്റ്റൈലും ഒക്കെ തന്നെ ഇനിയുള്ള കാലത്ത് റേഡിയോയുടെ ആസ്വാദനത്തിന് തീർച്ചയായിട്ടും കൂട്ടും, അതിൻ്റെ കാര്യങ്ങൾ കൂട്ടും. പാസീവ് ലിസണേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മീഡിയവും റേഡിയോ ആണ്. റേഡിയോയിൽ നമുക്ക് കിട്ടുന്ന വാർത്തകളും അല്ലെങ്കിൽ പാട്ടുകളൊക്കെ തന്നെ അതിനൊരു സർപ്രൈസ് എലിമെൻ്റ് ഉണ്ട്. അടുത്തത് എന്താണെന്ന് നമുക്കറിയില്ല. പ്രോഗ്രാം നമുക്കറിയാം, പക്ഷെ അടുത്ത കാര്യം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഒരു സർപ്രൈസ് എലിമെൻ്റ് ഉണ്ട്. റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് തീർച്ചയായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതികളിലേക്ക് മാറ്റാനായിട്ട് AI കൊണ്ട് സാധിക്കും. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കേൾവിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെയൊക്കെ അതിനെ അവതരിപ്പിക്കാം എന്നുള്ളതൊക്കെ തന്നെ പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ, ഐഡിയ, അതുപോലെ എക്സാമ്പിൾസ് ഒക്കെ തരുന്ന രീതിയിലേക്ക് ജനറേറ്റീവ് AI നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.
ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരാനുള്ള അതുല്യമായ കഴിവ് റേഡിയോയ്ക്കുണ്ട്. എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന, എല്ലാവരെയും കേൾക്കുന്ന ഒരു വേദിയായി പ്രവർത്തിക്കാൻ റേഡിയോയ്ക്ക് കഴിയും. വൈവിധ്യമാർന്ന ഉള്ളടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് വൈവിധ്യമാർന്ന സമൂഹങ്ങളെ സേവിക്കാനും അവരുടെ സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും പ്രേക്ഷകരുടെ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കാനും റേഡിയോ സ്റ്റേഷനുകൾക്ക് സാധിക്കും. സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന മാധ്യമമാണ് റേഡിയോ എന്നതിന് ഉദാഹരണമാണ് നമ്മുടെ സംസ്ഥാനത്തെ റേഡിയോ ശ്രോതാക്കളുടെ കൂട്ടായ്മകളും ഒത്തുചേരലും. രോഗശയ്യയിൽ കിടക്കുന്നവരുടെയും വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെയും ആശ്രയമാണ് റേഡിയോ. ഇത്തരക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായി റേഡിയോ നൽകുന്ന പദ്ധതിക്ക് കണ്ണൂരിലെ ഒരു സംഘടന തുടക്കം കുറിച്ചിരിക്കുന്നു. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ആൻഡ് ഹീൽ ചാരിറ്റബിൾ ഫൗണ്ടേഷനാണ് റേഡിയോ പാർട്ട്ണർ എന്ന പേരിലുള്ള പദ്ധതിക്ക് തുടക്കമിട്ടത്. പദ്ധതിയുടെ വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും കുടുംബാംഗങ്ങളുമായി പരസ്പരം ആശയവിനിമയം നടത്താനാവാത്തവർക്കും റേഡിയോ വലിയ കൂട്ടാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരാശയം നടപ്പാക്കിയത്. കണ്ണൂർ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ രജിസ്ട്രേഡ് ക്ലബ്ബുകൾ വഴിയാണ് റേഡിയോ സെറ്റ് കൈമാറുന്നത്. 15 റേഡിയോ സെറ്റുകൾ ഇതിനകം ഈ സംഘടന നൽകിക്കഴിഞ്ഞു. 18 കൂടി വിതരണം ചെയ്യാനായി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 400-ലധികം അംഗങ്ങൾ ഉൾപ്പെട്ട ഹെൽപ്പ് ആൻഡ് ഹീൽ രോഗികൾക്കും ദുരിതം അനുഭവിക്കുന്നവർക്കുമായി കഴിഞ്ഞ 2.5 വർഷത്തിനിടെ 13 ലക്ഷത്തിലധികം രൂപ നൽകിയതായും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. അംഗങ്ങൾ ആഴ്ചതോറും നടത്തുന്ന 10 രൂപ ചാലഞ്ചിലൂടെയാണ് തുക സമാഹരിക്കുന്നത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്കും രോഗശയ്യയിലാകുന്നവർക്കും വിനോദോപാധി എന്നതിലപ്പുറം റേഡിയോ ലോകത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടടുത്തുനിന്ന് എന്ന പോലെ കേട്ടറിയുന്നതിന് സഹായകമാവുകയും ചെയ്യുന്നു. വേദനകളും ദുഃഖങ്ങളുമില്ലാത്ത നിമിഷങ്ങൾ സമ്മാനിക്കുക കൂടിയാണ് നമ്മുടെ സ്വന്തം റേഡിയോ. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ജനതയുടെ വിശ്വസ്തമായ മാധ്യമ പങ്കാളിയാണ് ആകാശവാണി. ആകാശവാണിയുടെ മുൻഗാമിയായ ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് 1936 ജൂൺ 8 ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1956 ഔദ്യോഗികമായി ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. മഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ് ആകാശവാണി എന്ന പേര് നൽകിയത്. ഓൾ ഇന്ത്യ റേഡിയോ പ്രക്ഷേപണത്തിന്റെ 90ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ആകാശവാണി തിരുവനന്തപുരം നിലയം സന്ദർശിച്ച ചലച്ചിത്ര നടൻ ശ്രീ മോഹൻലാൽ ആകാശവാണിയെക്കുറിച്ചുള്ള തന്റെ സ്മരണകൾ പങ്കുവച്ചു. നമസ്കാരം, ഞാൻ മോഹൻലാൽ. ടിവിയും ഇന്റർനെറ്റും ഒക്കെ വരും മുമ്പുള്ള ഞങ്ങളുടെ തലമുറയുടെ ഏറ്റവും വലിയ ഹോം എന്റർടൈൻമെന്റ് ആകാശവാണിയായിരുന്നു. അല്ല, ആകാശവാണി മാത്രമായിരുന്നു. അതാണ് ശരി. ഗ്രാമഫോൺ പ്ലെയർ അല്ലാതെ കാസറ്റ് പ്ലെയറുകൾ പോലും വ്യാപകമാകുന്നതിന് മുമ്പത്തെ കാലത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. എൻ്റെയൊക്കെ തലമുറയുടെ ആദ്യ ആകാശവാണി ഓർമ്മ അതിൻ്റെ സിഗ്നേച്ചർ ട്യൂൺ, അത് കഴിഞ്ഞാൽ ഉദയഗീതം, അങ്ങനെ പോകുന്നു ഓരോ ദിവസവും. എല്ലാ ഞായറാഴ്ചകളിലും ബാലലോകം അമ്മാവൻ വന്ന് അവതരിപ്പിക്കുന്ന കുട്ടികളുടെ കലാപരിപാടികൾ. മുടവൻ മുകളിലെ ഞങ്ങളുടെ വീടിനടുത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനോട് അനുബന്ധിച്ചു അന്ന് ഒരു റേഡിയോ ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ അമ്മാവൻ കരമന P. ഗംഗാധരൻ നായർ ആയിരുന്നു എന്ന് ഞാൻ അറിയുന്നത്. വർഷങ്ങൾക്കിപ്പുറം 2002 നവംബർ 24 അന്താരാഷ്ട്ര ബാലപ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ച് ശ്രീമതി ലീലാമ മാത്യു നിർമ്മിച്ച് പ്രക്ഷേപണം ചെയ്ത ബാലലോകം പരിപാടിയിൽ കുട്ടികളുമായി സംവദിക്കാനും എനിക്ക് ഭാഗ്യം കിട്ടി. പിന്നീടുള്ള എൻ്റെ റേഡിയോ സ്മരണ വൈതക്കാട്ടേക്ക് പോകും വഴി അച്ഛൻ കാണിച്ചു തന്നിട്ടുള്ള ഭക്തിവിലാസം കൊട്ടാരമാണ്. ഉള്ളിലേക്ക് മാറി മുളങ്കാടുകൾക്കും മരങ്ങൾക്കും നടുവിൽ റെസിഡൻസി പോലൊരു കൊട്ടാരം. മൊബൈൽ ഫോണുകൾ വരുന്നതിന് മുൻപും പിൻപും എവിടെയും നമ്മുടെ കൂടെ കൊണ്ടുപോകാവുന്നതും എവിടെ വച്ചും നമുക്ക് ശ്രവിക്കാവുന്നതുമായ മാധ്യമമാണ് റേഡിയോ. റേഡിയോ ഇന്നും പലരുടെയും ജീവിതചര്യയുടെ ഭാഗമാണ്. പലർക്കും തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പല അനുഭവങ്ങളാണ് റേഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. വാർത്തകൾ, വിനോദം, വിദ്യാഭ്യാസം എന്നിവയിലൂടെ ഗ്രാമീണരും നഗരവാസികളുമായ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഒന്നിപ്പിക്കാനും ദേശീയ ഐക്യം ശക്തിപ്പെടുത്താനും വിജ്ഞാനം പകർന്നു നൽകാനും ആകാശവാണിക്ക് കഴിയുന്നു. ആകാശവാണി ശ്രോതാവ് ആലപ്പുഴ ഏവൂർ സ്വദേശി ശ്രീമതി ഗീതാ ഗോപാലകൃഷ്ണൻ. ആകാശവാണിയെക്കുറിച്ച് പറയാനാണെങ്കിൽ പറഞ്ഞാലും തീരില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആകാശവാണി എന്നാൽ അക്ഷയവാണി എന്നാണ്.
കാരണം ഒരു ദിവസം റേഡിയോ നിലയം തുറക്കുന്ന 5:50 മുതൽ പരിപാടികൾ തീരുന്ന സമയം രാത്രി 11:15 വരെയും റേഡിയോ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വിജ്ഞാനവും വിനോദവും ശാസ്ത്രവും സാമ്പത്തികവും ആരോഗ്യവും വിദ്യാഭ്യാസവും കായികവും എന്നുവേണ്ട ഒരു മനുഷ്യന് വേണ്ട നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റേഡിയോ നമ്മെ സഹായിക്കുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് പരീക്ഷാകാലമാണല്ലോ. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിജയവാണി ആകാശവാണി വർഷങ്ങളായി പ്രക്ഷേപണം ചെയ്തു വരുന്ന സുപ്രധാനമായ ഒരു പരിപാടിയാണ്. അത് കുട്ടികൾക്ക് ഏറെ പ്രയോജനമാണ്. ആകാശവാണി ധാരാളം നല്ല കാര്യങ്ങളിൽ മികവ് പുലർത്തുന്നുണ്ട്. ഒരു ദിവസം രാവിലെ സുഭാഷിതം കേട്ടുകൊണ്ട് നമ്മൾ ജോലിയിൽ ഏർപ്പെട്ടാൽ ആ ദിവസം മുഴുവനും നമുക്ക് മനസ്സിന് ഊർജവും ഉന്മേഷവും ലഭിക്കും. നല്ല നല്ല പാട്ടുകൾ റേഡിയോയിൽ കൂടി കേൾക്കുന്നത് മനസ്സിന് സന്തോഷം നൽകുന്നു. പ്രത്യേകിച്ചും ഇന്ന് പഴയ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കണമെങ്കിൽ അതിനും റേഡിയോ കൂടിയേ തീരൂ. പാട്ട് പഠിക്കണമെങ്കിലും ആകാശവാണിയിൽ നിന്ന് പഠിക്കാം. മറ്റൊരു പ്രധാന പരിപാടി ദിവസവും വൈകിട്ട് 6:50 പ്രക്ഷേപണം ചെയ്യുന്ന വയലും വീടുമാണ്. ധാരാളം കർഷകരും ഈ പരിപാടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വന്നവരാണ്. ഈ റേഡിയോ ദിനത്തിൽ നമുക്കെല്ലാവർക്കും ആകാശവാണിയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. വളരെ കൃത്യവും വിശ്വസനീയവുമായ വാർത്തകളും വിവരങ്ങളും നൽകുന്നതിലൂടെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ആകാശവാണിക്ക് സാധിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മാധ്യമവും ആകാശവാണിയാണ്. കാഴ്ച പരിമിതിയുള്ളവർക്ക് എന്നും ആശ്രയവും ആകാശവാണിയാണെന്ന് കാഴ്ച പരിമിതിയുള്ള ആകാശവാണിയുടെ ശ്രോതാവ് കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി ശ്രീമതി തങ്കമ്മ ശിവരാമൻ. ഞാൻ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്. 1965 മുതൽ പരിപാടികൾ കേൾക്കുന്നതാണ്. രാവിലെ 5:50 മുതൽ വൈകിട്ട് 10 മണി വരെ ഉള്ള പരിപാടികളെല്ലാം കേൾക്കും. വാർത്ത, ചലച്ചിത്രഗാനം, നാടകം, കഥാപ്രസംഗം, രാവിലത്തെ ഉദയഗീതം, പ്രഭാതപേരി എല്ലാം കേൾക്കുന്ന റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്. വളരെയേറെ പുരോഗമനത്തിലേക്ക് വന്നിരിക്കുന്ന റേഡിയോ, ഈ റേഡിയോ ദിനത്തിൽ ആകാശവാണിക്കാർക്കും പുതിയ ശ്രോതാക്കൾക്കും ഞാൻ എൻ്റെ സ്നേഹത്തോടെയുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരാനുള്ള അതുല്യമായ കഴിവ് റേഡിയോയ്ക്കുണ്ട്. എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന, എല്ലാവരെയും കേൾക്കുന്ന ഒരു വേദിയായി പ്രവർത്തിക്കാൻ റേഡിയോയ്ക്ക് കഴിയും. വൈവിധ്യമാർന്ന ഉള്ളടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് വൈവിധ്യമാർന്ന സമൂഹങ്ങളെ സേവിക്കാനും അവരുടെ സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും പ്രേക്ഷകരുടെ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കാനും റേഡിയോ സ്റ്റേഷനുകൾക്ക് സാധിക്കും. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരവും വൈവിധ്യവും ഉയർത്തിക്കാട്ടുന്ന പരിപാടികളിലൂടെ ആകാശവാണി ജനങ്ങളെ ഒരുമിപ്പിക്കുന്നു. വാർത്തകൾ, റേഡിയോ നാടകങ്ങൾ, സംഗീത പരിപാടികൾ, കാർഷിക പരിപാടികൾ, വിദ്യാഭ്യാസപരമായ ആശയങ്ങൾ എന്നിവയിലൂടെ സമൂഹത്തിന് വിജ്ഞാനം നൽകുന്നു. കുട്ടികൾക്കിടയിലും റേഡിയോയ്ക്കുള്ള സ്വാധീനം സ്കൂളുകളിലെ റേഡിയോ ക്ലബ്ബുകളിൽ നിന്ന് വ്യക്തമാണ്. തിരുവനന്തപുരം മണക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി സൂര്യഗായത്രി. ഞാൻ സൂര്യഗായത്രി വിജയ്. റേഡിയോ എന്ന മാധ്യമം ശരിക്കും ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായ എനിക്ക് പുതിയൊരു അനുഭവം നൽകുന്നതായിരുന്നു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആകാശവാണിയും റീജിയണൽ പാസ്പോർട്ട് ഓഫീസും സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. എനിക്കതിൽ അന്ന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. 1890കളിൽ ഇറ്റലിയിലെ പോണ്ടെച്ചിയോയിൽ തന്റെ വീട്ടിലാണ് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുള്ള ആശയവിനിമയത്തിന്റെ സാധ്യതകൾ ഗുഗ്ലിയൽമോ മാർക്കോനി വികസിപ്പിച്ചത്. ഭാരതീയനായ JC ബോസിന്റെ കയ്യൊപ്പും ഇതിനു പിന്നിൽ പതിഞ്ഞിട്ടുണ്ട്. ലോക ജനതയുടെ വിപ്ലവങ്ങളിലും വികാരങ്ങളിലും വിസ്ഫോടനം സൃഷ്ടിച്ച ആ മഹത്തായ കണ്ടുപിടുത്തത്തെ ലോകം റേഡിയോ എന്ന ആദരവോടെ വിളിച്ചു. ഒരു കാലഘട്ടത്തിനെ ലോകം കേൾക്കാൻ പഠിപ്പിച്ച റേഡിയോയെ നാം സ്നേഹിക്കണം. ദൃശ്യമാധ്യമങ്ങളോടൊപ്പം ഇത്തരത്തിലുള്ള ശ്രവ്യ മാധ്യമങ്ങളെയും നാം പ്രോത്സാഹിപ്പിക്കണം. ഇതിനായി സ്കൂളുകളിൽ റേഡിയോ ക്ലബ്ബുകൾ സ്ഥാപിക്കുകയും അതിലേക്ക് നമ്മുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യാം. സ്വപ്നം കേൾക്കാൻ പഠിപ്പിച്ച നമ്മുടെ സ്വന്തം റേഡിയോയ്ക്കായി ഈ ഫെബ്രുവരി 13 സമർപ്പിക്കുന്നു. സമൂഹത്തിൽ റേഡിയോ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഒരു കാലത്ത് വിവരവിനിമയത്തിന്റെ പ്രധാന മാർഗമായിരുന്ന ആകാശവാണി ഇന്നും ഉൾനാടുകളിൽ പ്രധാന വിവര സ്രോതസ്സായി നിലകൊള്ളുന്നു. റേഡിയോ പ്രക്ഷേപണത്തിന്റെ എല്ലാ തലങ്ങളെയും ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അതുവഴി കൂടുതൽ മികച്ച പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കൂടുതൽ ശ്രോതാക്കളെ ആകർഷിക്കുന്നതിനുമുള്ള അവസരമായി AI-യുടെ സ്വാധീനത്തെ കണക്കാക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു.
ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.